ലഹരിക്കെതിരെ ശക്തമാക്കുകയാണ് സർക്കാർ നടപടികൾ. ഇന്ന് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്താണ് ആ യോഗത്തിന്റെ അജണ്ടയായി വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ആ യോഗത്തിൽ ഉണ്ടാകും എന്നൊക്കെ ഗുഡ് മോർണിംഗ് കേരളവുമായി പങ്കുവയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് എസ് ഷീജ കൂടെ ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. വെരി ഗുഡ് മോർണിംഗ്. ലഹരിക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ നിരവധി എല്ലാ ദിവസവും എന്നില്ലാത്ത രീതിയിൽ ഇടതടവില്ലാതെ ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ലഹരി ഏത് രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വിപത്തായി മാറുന്നു എന്ന കാഴ്ചകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടു മടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഷീജ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ സംസ്ഥാനത്തുടനീളം ജില്ലാ കേന്ദ്രീകരിച്ചും വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചും ലഹരിക്കെതിരെ അവബോധം നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ന് ലഹരിക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക്, കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആരൊക്കെ ഈ യോഗത്തിൽ ഉണ്ടാകും, എന്തൊക്കെയായിരിക്കും ഈ യോഗത്തിന്റെ അജണ്ട എന്ന് പറയുന്നത്? തീർച്ചയായും വിനിഷ, ഏതായാലും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചതാണ്. അതിൻ്റെ തുടർച്ച, അത് പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ വലിയ തോതിൽ ഒരു വ്യാപനം ലഹരിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഊർജിത നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സഭയിലടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് തരത്തിലാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസിലൂടെ, പോലീസിലൂടെ, തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് എന്നുള്ള കാര്യം. ഏതായാലും നിലവിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനം, അതോടൊപ്പം തന്നെ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുക, അത് തന്നെയായിരിക്കും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗം പ്രധാനമായും രൂപം നൽകുക എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ഈ യോഗത്തിൽ വകുപ്പ് മന്ത്രിമാർ, അതോടൊപ്പം തന്നെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പോലീസ്, എക്സൈസ്, ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും DGPയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുക്കും. അതുപോലെ തന്നെയാണ് എക്സൈസ് കമ്മീഷണറും ഒപ്പം തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും എക്സൈസിൽ നിന്നും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. പോലീസും എക്സൈസും സംയുക്തമായി നടത്തേണ്ട നടപടികൾ, അതിന് പ്രത്യേകമായി തന്നെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനകം തന്നെ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ ശക്തമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പോലീസ് ആകട്ടെ D-ഹണ്ടിലൂടെ ആ രീതിയിലുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ നടപടികൾക്ക് പുറമെ സംയുക്തമായി ഏത് രീതിയിൽ ഉള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകാം എന്നത് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ആലോചിക്കുന്നതായിരിക്കും. അതിനു പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് നിർവഹിക്കാനുള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടിയാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള തുടർ പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നതടക്കം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഏതായാലും സമഗ്രമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം വിലയിരുത്തുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും വിനിഷ തുടർ നടപടികൾ ഉണ്ടാവുക. ഇന്ന് രാവിലെ 11:30 ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് നിയമസഭയിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഒരു യോഗം ചേരുന്നത്. ആ യോഗത്തിൽ എന്തായാലും അതിനുശേഷമുള്ള തീരുമാനങ്ങൾ കൃത്യമായും ഒരു തുടർ നടപടി ഉറപ്പാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകും എന്നുള്ളതിൽ സംശയമില്ല. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ യോഗത്തിന് തുടർച്ച എന്ന നിലയിൽ തന്നെ ഈ മാസം 30-ന് മറ്റൊരു യോഗം കൂടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് വിവിധ സംഘടനകളുടെ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, അങ്ങനെ വിവിധ സംഘടനകളുടെ ഒരു യോഗം കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട്. താഴെത്തട്ടിൽ നിന്നടക്കം ഏത് രീതിയിലാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടത് എന്നത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ മാത്രം ഒതുക്കാതെ യോഗങ്ങളിലൂടെ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വിനിഷ. ശരിയായി ഷീജ.